എത്ര ആയാലും ആരുടെ ഒരു പൈസയെ എനിക്ക് വേണ്ട. ഞങ്ങൾ കഷ്ടപ്പെടുന്ന മുതൽ മാത്രം മതി നിങ്ങൾക്ക്. ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു തുള്ളി വെള്ളം കുടിച്ചെങ്കിലേ നമുക്ക് അതിന് ഒരു ഉയർച്ച. അല്ലാതെ എനിക്കോ എൻ്റെ കുഞ്ഞുങ്ങൾക്കോ എൻ്റെ ഭർത്താവിനോ ആർക്കും വേറെ ഒരു കുഞ്ഞുങ്ങൾക്കുള്ള 5 പൈസയുടെ ആവശ്യമില്ല. പിന്നെ സന്തോഷമായിട്ട് ആരെങ്കിലും തന്നോ, മേടിക്കുന്നു, എടുക്കുന്നു. അതല്ലാതെ നമുക്ക് ഈ കിട്ടുന്ന സാധനങ്ങളോ ഇതൊന്നും നമുക്കൊരു ഇതല്ല. കാരണൊക്കെ ഭയങ്കര സന്തോഷമായി കെട്ടിപ്പിടിക്കുന്നതാണോ കൈ തരുന്നതാണോ. അമ്മയല്ലാതെ വേറൊരു കുഞ്ഞുങ്ങളും ഇങ്ങനെ ചെയ്യാനായിരുന്നു. ഇത് വേറൊരു കുഞ്ഞുങ്ങളാണെങ്കിൽ ഇതിപ്പോ കിട്ടാൻ പോകുന്നില്ല. നമ്മൾ അന്വേഷിക്കാൻ തന്നെ പരമാവധി നമ്മൾ അന്വേഷിക്കാൻ പറ്റും എന്നും പറഞ്ഞുകൊണ്ട് നല്ല അഭിപ്രായങ്ങളും ഇതെല്ലാം കൊടുത്ത് ഞാൻ സാറിൻ്റെ തന്നെ ഈ പേഴ്സ് അങ്ങ് കൊടുത്തു. മോനെ, ഇതാണ് എൻ്റെ വീട്. ഇതെല്ലാം പൊളിഞ്ഞിടക്കുക. വീട്ടിനകം മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും വെളിയിൽ പോകത്തില്ല. അതേപോലുള്ള അവസ്ഥയില. നമുക്ക് ഒരു നിവൃത്തിയിൽ നമുക്ക് ശരിയാക്കാനോ എടുക്കാനോ നമുക്ക് ആരും ഇല്ല. ഞങ്ങൾ 2 പേരും 2 കുഞ്ഞുങ്ങളേ ഉള്ളൂ. അവർക്കും ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അവർ വാടക കെട്ടെടുത്ത് കിടക്കുന്നു. എന്നാലും വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ട് തിരികെ എടുക്കുകയും ചെയ്യും. വീടിനകം ആണെങ്കിൽ ഒരു തുള്ളി വെള്ളം വെളിയിൽ പോകത്തില്ല. എന്നാലും മഴയായാലും നമ്മൾ അതിൽ കിടന്ന് സന്തോഷമായിട്ട് പോകും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ നന്മ നിറഞ്ഞ ഒരു വാർത്തയായിട്ടാണ് പ്രേക്ഷകരായ നിങ്ങളുടെ മുമ്പ് ഞാൻ നിൽക്കുന്നത്. അമ്മയെന്ന് വെച്ചാൽ തങ്കമണി അമ്മ എന്നാണ് അമ്മയുടെ പേര്. ഈ 5 പവൻ സ്വർണവും 15,000 രൂപയും അമ്മയ്ക്ക് കയ്യിൽ കിട്ടി. അത് നേരെ അമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആ ഒരു വാർത്തയാണ് പ്രേക്ഷകരായ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട്. നമസ്കാരം അമ്മേ. നമസ്കാരം മോനെ. അമ്മയ്ക്ക് 5 ലക്ഷം രൂപയുടെ സ്വർണവും അതേപോലെ 15,000 രൂപയും കിട്ടി. നേരെ പെട്ടെന്ന് സ്റ്റേഷനിലേക്കൊക്കെ കൊണ്ടുപോയി. എന്തുവായിരുന്നു കറക്റ്റ് ആയിട്ടുള്ളത്? മക്കളെ, ഇതേപോലെ കിട്ടി. എനിക്ക് ആ പൈസ വേണ്ട. എനിക്ക് ദൈവം തമ്പുരാൻ തന്നെങ്കിലേ എനിക്ക് ആ പൈസ ഉള്ളൂ. എനിക്ക് ആരുടെയും ഒരു 10 പൈസ എനിക്ക് വേണ്ട. ഞാൻ അത് കൊണ്ടുവന്ന് ഞാൻ ഇവിടെ വെച്ചിരുന്നു. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അത് മേടിച്ച് ഇത് മേടിച്ച് അത് തീരും. അതിൻ്റെ ഇരട്ടി ഞാൻ സങ്കടപ്പെടേണ്ടി വരും. എനിക്ക് ആരുടെയും ഒരു മുതലും വേണ്ട. എനിക്ക് ഇന്ന് സന്തോഷമായിട്ട് ആര് 10 രൂപ തരുന്നേ അതേ ഉള്ളൂ എനിക്ക്. അല്ലാതെ എനിക്ക് ആരുടെയും 10 പൈസ എനിക്ക് വേണ്ട. വളരെ നന്മ നിറഞ്ഞൊരു എനിക്ക് അത്രേ ഉള്ളൂ. ഇതാണ് അമ്മ ചെയ്തത്. കാരണം വെച്ച് കഴിഞ്ഞാല് ഇത്രയും പൈസ പെട്ടെന്ന് കാണുമ്പോൾ ആരും തന്നെ ഞാൻ അന്തം വിട്ടൊന്നുമില്ല. മാറ്റി വെക്കത്തേ ഉള്ളൂ. ഞാൻ പെരക്കകത്ത് പോലും കയറിയില്ല. അതേപോലെ സിറ്റ് ഔട്ട് ഇരുന്നിട്ട് ഞാൻ അണ്ണനെ വിളിച്ചു പറഞ്ഞു, അണ്ണാ ഇതേപോലെ ഒരു പേഴ്സ് തുറന്നു, അണ്ണാ ഇതേപോലെ ഒരു സംഭവം ഉണ്ട്. നോക്കിയപ്പം കാണാം അതിലൊരു പ്ലാസ്റ്റിക് ചെറിയൊരു പന്ന കവറിനകത്ത് കെട്ടി ഭയങ്കരം 2 വള. അവിടെ ചെന്നിട്ട് അത് കാണുന്നേ 2 വള, 2 മാല, 2 കുഞ്ഞു മോതിരം, പിന്നെ ഈ പൈസയും. ഞാൻ സാറിൻ്റെ മുമ്പിൽ നിന്നും ഓരോന്നോരോന്ന് എടുത്ത് സാറിൻ്റെ കൊടുക്കും. സാറേ, ഇല്ലെങ്കിൽ നാളെ ഇനി അവർ പറയും എനിക്ക് ഇതിൽ കൂടുതലുണ്ട് എന്ന് പറയും. സാറ് നോക്കിയിട്ട് അവരെയും കൂടെ അന്നേരം അവർ പറഞ്ഞ് എൻ്റെ അമ്മയായോണ്ടാണ് എനിക്കത് തിരിച്ചു കിട്ടിയത് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ വന്ന കാലത്ത് ഈ ഇത്രയും പൈസക്കൊക്കെ ഇത്രയും ബുദ്ധിമുട്ടുള്ള സമയത്ത് ആൾക്കാർ കിട്ടുമ്പോഴേ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 1 രൂപ പോലും ഞങ്ങളുടെ ഇല്ലാത്ത ഒരു